കളങ്കാവൽ പൊളിച്ചടുക്കി. മമ്മൂട്ടി സെക്സ് മാനിയാക്കായി തകർത്താടി. ദ വെനം ബെനീത്ത് ക്യാൻ ബി സപ്രസ്ഡ് ഫോർ എവർ. ഈ ടാഗ് ലൈൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉള്ളിലെ വിഷം എന്നേക്കുമായി അടിച്ചമർത്താൻ കഴിയാത്ത വിചിത്രവും സങ്കീർണവുമായിട്ടുള്ള മാനസിക ഘടനയുള്ള ഒരു സൈക്കോപാത്തിന്റെ കഥയാണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ പറഞ്ഞത്. കളങ്കാവലിൽ പ്രേക്ഷകർ കണ്ടുമുട്ടുന്നത് ഇതുവരെ കാണാത്ത ഒരു മമ്മൂട്ടിയാണ്. അത്രമേൽ ഭീകരവും സങ്കീർണവുമാണ് ഈ സൈക്കോപാത്ത് പ്രതിനായക കഥാപാത്രം. കഥാപാത്രത്തിന്റെ ദുഷ്ടലാക്കുകളെയും അതിക്രൂരമായിട്ടുള്ള വില്ലനിസത്തെയും മമ്മൂട്ടി അവതരിപ്പിക്കുന്ന രീതി എന്ന് പറയപ്പെടുന്ന അതിഗംഭീരമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമുള്ള താരരാജാവിന്റെ ഒരു മടങ്ങി വരവ് എന്ന് വേണമെങ്കിൽ പറയാം. വന്നത് ഒരു ഒന്നൊന്നര വരവാണ്. ഈ 74-ാം വയസ്സിലും മലയാളത്തിന്റെ മെഗാസ്റ്റാർ തിയേറ്ററുകൾക്ക് തീപിടിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതും സെക്സ് പ്രൊഡക്ടറായ ഒരു സീരിയൽ സൈക്കോ കില്ലറായിട്ട്. നവാഗതനായിട്ടുള്ള ജിതൻ കെ ജോസ് സംവിധാനം നിർവഹിച്ച് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച കളങ്കാവൽ സിനിമ കണ്ട ആരാധകർ അത്ഭുതത്തോടു കൂടിയാണ് പുറത്തിറങ്ങുന്നത്. മമ്മൂട്ടി എന്ന മഹാനടനെ ആധുനിക കാലത്തിന് ഒപ്പിച്ച് റീലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ചിത്രമെന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂട്ടി കൊടൂര വില്ലനായി എത്തിയ ഈ സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയാണ് തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നത്. സൈനൈഡ് മോഹൻ എന്ന ക്രൂരമായ സൈക്കോ കൊലയാളിയുടെ കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ആരാണ് സൈനൈഡ് മോഹൻ എന്ന തിരച്ചിൽ സജീവം. ഇന്ത്യ കണ്ട ഏറ്റവും നിഷ്ഠൂരനായിട്ടുള്ള സീരിയൽ കില്ലർമാരിൽ ഒരാളാണ് സൈനൈഡ് മോഹൻ. വീട്ടിലും നാട്ടിലുമൊക്കെ സൽസ്വഭാവി എന്ന് പേരെടുത്ത അധ്യാപകനായിരുന്നു ഈ മോഹൻ. എന്നാൽ അയാൾ ചെയ്തു കൂട്ടിയതാകട്ടെ സമാനതകളില്ലാത്ത കുറ്റകൃത്യങ്ങളും സ്ത്രീകളെ വശീകരിച്ച് ഇഷ്ടവും വിശ്വാസവും കവർന്നതിന് ശേഷം കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു മോഹന്റെ രീതി. 2004-നും 2009-നും ഇടയിൽ കർണാടകയിൽ ഇയാൾ നടത്തിയ കൊലപാതകങ്ങൾ പോലീസിനും പൊതുജനങ്ങൾക്കും പേടിസ്വപ്നമായിരുന്നു. സ്ത്രീധനം നൽകാൻ കഴിയാത്തവരോ അനുയോജ്യരായിട്ടുള്ള ഭർത്താക്കന്മാരെ കണ്ടെത്താൻ കഴിയാത്തവരോ ആയിട്ടുള്ള 22 വയസ്സ് മുതൽ 35 വയസ്സിനിടയിലുള്ള സ്ത്രീകളെയായിരുന്നു ഇയാൾ വശീകരിച്ച് കൊലപ്പെടുത്തിയിരുന്നത്. തന്റെ കെണിയിൽ വീണ ഇരയുമായിട്ട് ലോഡ്ജിൽ മുറിയെടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം അടുത്ത ദിവസം രാവിലെ ഗർഭനിരോധന ഗുളിക എന്ന വ്യാജേന സൈനൈഡ് നൽകി കൊലപ്പെടുത്തും. മരണം ഉറപ്പാക്കിയ ശേഷം സ്ത്രീകളുടെ പക്കലുണ്ടായിരുന്ന സ്വർണവും പണവും അപഹരിച്ച് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇയാളുടെ രീതി. ഇത്തരത്തിൽ ഏകദേശം 20-ലധികം സ്ത്രീകളെ കൊലപ്പെടുത്തിയ കേസിലാണ് സൈനൈഡ് മോഹൻ വിചാരണ നേരിട്ടത്. 25 കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടുള്ള മോഹൻ 20 കേസുകളിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. 5 കേസുകളിൽ വധശിക്ഷ ലഭിച്ചുവെങ്കിലും പിന്നീട് 2 എണ്ണം ജീവപര്യന്തമായി കുറച്ചു. 1963 ഏപ്രിൽ 6-ന് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ കന്യാഗ്ര ഗ്രാമത്തിലാണ് ഈ മോഹൻകുമാർ ജനിച്ചത്. ദിവസവേതനക്കാരായിട്ടുള്ള കർഷക തൊഴിലാളികളായ മൈലപ്പ മൊഗേരയുടെയും തുക്രുവിന്റെയും മകനായിട്ടായിരുന്നു ഈ മോഹൻകുമാറിന്റെ ജനനം എന്ന് പറയുന്നത്. ബിരുദ പഠനത്തിന് ശേഷം 1984 നവംബറിൽ സർക്കാർ പ്രൈമറി സ്കൂൾ അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നു. സ്ഥിരമായിട്ട് ഹാജരാകാത്തതിന്റെയും മോശം പെരുമാറ്റത്തിന്റെയും ഒക്കെ പേരിൽ പലപ്പോഴും സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. 1987 മേരി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചുവെങ്കിലും മതം മാറാൻ വിസമ്മതത്തിനെ തുടർന്ന് ഇരുവരും വേർപിരിയുന്നു. പിന്നീട് മഞ്ജുള, ശ്രീദേവി എന്നീ 2 സ്ത്രീകളെ കൂടെ ഇദ്ദേഹം വിവാഹം ചെയ്യുന്നു. ഇയാൾക്ക് 2 ഭാര്യയിലുമായിട്ട് ഏകദേശം 4 മക്കളുണ്ട്. എന്നാൽ മോഹന്റെ കുറ്റകൃത്യങ്ങളുടെ കഥകൾ പുറത്തു വരുന്നത് വരെ ഭാര്യമാർ പരസ്പരം അറിയുകയോ ഇയാളുടെ ചെയ്തികളെക്കുറിച്ച് ബോധവതികളായിരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നതാണ്. മോഹൻകുമാർ സ്ത്രീകളെ വഞ്ചിക്കുകയും കൊള്ളയടിക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന രീതി 2000-ന്റെ തുടക്കത്തിൽ ആണ് ആരംഭിച്ചത്. താഴ്ന്ന സാമ്പത്തിക നിലയിലുള്ള സ്ത്രീകളെയാണ് ഇയാൾ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടിരുന്നത്. ബസ് സ്റ്റാൻഡുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലുമായിട്ടാണ് ഇയാൾ ഇരകളെ തിരഞ്ഞിരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥനായി സ്വയം പരിചയപ്പെടുത്തിയാണ് ഇയാൾ ഇരകളെ സമീപിക്കുന്നത് പോലും. സംഭാഷണത്തിലൂടെ അവരുടെ ജാതി തിരിച്ചറിഞ്ഞ ശേഷം താനും അതേ സമുദായത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് വിശ്വാസം നേടിയെടുക്കുന്നു. യഥാർത്ഥ പേര് ഉപയോഗിക്കാതെയായിരുന്നു ഈ വഞ്ചന അദ്ദേഹം നടപ്പിലാക്കിയത്. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി ഒളിച്ചോടാൻ പ്രേരിപ്പിക്കും. വിവാഹത്തിന് ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും കൊണ്ടുവരുവാൻ ആവശ്യപ്പെടും. മൈസൂർ, ബാംഗ്ലൂർ, ഹാസൻ തുടങ്ങിയിട്ടുള്ള മടിക്കേരി തുടങ്ങിയ ദൂരസ്ഥലങ്ങളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകും. വിവാഹ തലേന്ന് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ താമസിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. വിവാഹത്തിനായിട്ട് അമ്പലത്തിലേക്ക് പോകും മുൻപ് ആഭരണങ്ങൾ ലോഡ്ജ് മുറിയിൽ വയ്ക്കാൻ ആവശ്യപ്പെടും. വഴിയിൽ വെച്ച് ഗർഭനിരോധന ഗുളികയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സൈനൈഡ് ഗുളിക നൽകും. ഇത് കഴിച്ചാലുടൻ മൂത്രമൊഴിക്കാൻ തോന്നുമെന്ന് പറഞ്ഞവരെ ലേഡീസ് വാഷ്റൂമിലേക്ക് പറഞ്ഞയക്കും. ഗുളിക കഴിച്ച് സ്ത്രീ തളർന്നു വീഴുമ്പോൾ ഇയാൾ ലോഡ്ജ് മുറിയിലേക്ക് തിരികെ എത്തി ആഭരണങ്ങൾ എടുത്ത് രക്ഷപ്പെടും. സ്വർണ്ണപ്പണിക്കാരൻ എന്ന വ്യാജേനയാണ് ഇയാൾ സൈനൈഡ് വാങ്ങിയിരുന്നത് പോലും. 2009 അനിതാ മുല്യ എന്ന
യുവതിയുടെ കൊലപാതകം വിവാദമായതോടുകൂടിയാണ് അന്വേഷണം ശക്തമാകുന്നത്. 2009 ഒക്ടോബർ മാസം 21 മോഹൻകുമാർ പോലീസ് പിടിയിലായി. അന്വേഷണത്തിന് 2004 9 ഇടയിൽ താൻ അനിതയടക്കം 19 സ്ത്രീകളെ സൈനൈഡ് നൽകി കൊലപ്പെടുത്തിയതായിട്ട് ഇയാൾ സമ്മതിക്കുന്നു. മോഹന്റെ മൂന്നാമത്തെ ഭാര്യയായ ശ്രീദേവിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ വലിയ അളവിൽ സൈനൈഡ് പൊടിയും മറ്റ് തെളിവുകളും പോലീസ് കണ്ടെടുത്തു. ഇതോടുകൂടിയാണ് സൈനൈഡ് മോഹൻ എന്ന പേരിൽ ഇയാൾ കുപ്രസിദ്ധനായത്. 2020 ജൂൺ മാസം 24 ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത 20ാമത്തെ കൊലപാതക കേസിൽ മംഗളൂരിലെ കോടതി മോഹന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കോടതിയിൽ തന്നെ അദ്ദേഹം സ്വയം ഹാജരായി പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സാക്ഷികളെയും ഒക്കെ ചോദ്യം ചെയ്യുമായിരുന്നു. കളങ്കാവലിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു സീരിയൽ കില്ലറാണ്. പൂർണ്ണമായിട്ടും സൈനൈഡ് മോഹന്റെ ശൈലിയുമല്ല. മനുഷ്യനെ കൊല്ലുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന ടീസറിലെ ഡയലോഗും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഏകദേശം 2.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ചിത്രത്തിൽ ഒരു നിമിഷം പോലും നമുക്ക് ശ്രദ്ധ മാറില്ല എന്നുള്ള പ്രത്യേകത. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിന്റെ അഡ്രിനാലിൽ റഷ് നൽകിക്കൊണ്ട് കഥയങ്ങോട്ട് പറക്കുകയാണ്. ഇന്റർവെല്ലിന്റെ ആ പഞ്ചൊക്കെ ഒന്ന് വേറെയാണ് എന്നാണ് പറയേണ്ടത്. മമ്മൂട്ടി എന്ന നടന്റെ ആദ്യ 100 കോടി ക്ലബ്ബായി കളങ്കാവൽ മാറുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇമേജിന്റെ യാതൊരു ഭാരവും പരിഗണിക്കാതെ ഒരു പക്കാ സെക്സ് സൈക്കോയായിട്ട് മമ്മൂട്ടി അങ്ങോട്ട് ചിത്രത്തിൽ നിറഞ്ഞാടുകയാണ്. എന്നാൽ ന്യൂജൻ പ്രേക്ഷകർക്ക് കല്ലുകടിയാവുന്ന ചിലതൊക്കെ ഈ ചിത്രത്തിൽ ആവർത്തന വിരസത ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കുവാനും കഴിയില്ല. പക്ഷേ അതൊന്നും ചിത്രത്തിന്റെ മൊത്തത്തിലുള്ള ഘടനയെ കാര്യമായി ബാധിച്ചിട്ടില്ല. അതുവരെ കൊണ്ടുവന്ന ബിൽഡപ്പിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സും ചിത്രത്തിന് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ചിത്രം കണ്ടു കഴിഞ്ഞാൽ തോന്നുന്ന ഒരേ ഒരു സംശയം, എന്തിന് ഇതിന് കളങ്കാവൽ എന്ന് പേരിട്ടു എന്നായിരിക്കും. രൗദ്രഭാവമുള്ള പ്രതിഷ്ഠ ആരാധിക്കപ്പെടുന്ന ദേവീക്ഷേത്രങ്ങളിലെ ഉത്സവ ചടങ്ങുകളിൽ ആസുര നിഗ്രഹം നടത്തുന്ന ചടങ്ങുകളിൽ ഒന്നാണ് കളങ്കാവൽ.